സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഗിരീഷിനെതിരെ ആ കെ നായരാണെങ്കിൽ കള്ളക്കേസ് കൊടുത്തിട്ട് പോലീസ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതേസമയം ഗിരീഷൻ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് രജനീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് രജനി വേഗം തന്നെ എന്താണെന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഇല്ലേ ഗിരീഷിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രജനിയാണെങ്കിൽ പേടിയോടുകൂടി അകത്തേക്ക് ഗിരി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗിരിയാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ രജനി എന്ന് ചോദിക്കുമ്പോൾ ദേ പോലീസ് വന്നേക്കണു, ഗിരി അന്വേഷിച്ചാൽ വന്നേക്കണേന്ന് പറയണു. അന്നേരം ഗിരീഷിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഗിരീഷിനെ അന്വേഷിച്ചതിനെ പോലീസ് വന്നേന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല അമ്മേ, എന്തായാലും അവരും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ പോലീസുകാരകത്തേക്ക് കയറി വന്നിട്ട് ഗിരീഷിനോട് ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. ആ സമയം ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ ഞാൻ സ്റ്റേഷനിലേക്ക് വന്നെ, അതിന് ഞാൻ എന്ത് കുറ്റം ചെയ്തേക്കണേ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം കുറ്റം ചെയ്യാഞ്ഞിട്ടാണോ ആ കെ നായർ കംപ്ലൈൻറ്റ് തന്നേക്കണേ, അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നാ പരാതി തന്നേക്കണേന്ന്. ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട്, ഞങ്ങളാരും അയാളെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അയാൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പം അത് നിങ്ങൾ പലതും പറയും, എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടേ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി ഞങ്ങൾ വന്നേ, നിങ്ങളെ കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ എന്നും പറഞ്ഞ് ഈ ഗിരീഷിനെ ഭക്ഷണം കഴിക്കണോടത്തുനിന്ന് ബലമായിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് രജനിയും ഗിരിയുടെ അമ്മയും തടയുന്നുണ്ട്, സാറേ അവനെ കൊണ്ടുപോകല്ലേ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ്. അവർ അതൊന്നും കേൾക്കാതെ ബലമായിട്ട് തന്നെ ഗിരീഷിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഗിരീഷൻ രജനിയോട് പറയുന്നുണ്ട്, രജനി നീ പേടിക്കണ്ട, ഒരു പ്രശ്നമില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്റ്റേഷനിൽ വരെ പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഗിരീഷൻ പോകുന്നത്. ഗിരീഷൻ പോയി കഴിഞ്ഞതും ഈ രജനിയാണെങ്കിൽ ഗിരീഷിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഗിരി അവർ കൊണ്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് മോള് സമാധാനമായിരിക്കും, എന്തായാലും മോള് അച്ഛനെയോ ദേവികയോ ആരെങ്കിലും വിളിച്ച് വിവരം പറയാമെന്ന്. അങ്ങനെ നമ്മളുടെ രജനിയാണെങ്കിൽ ഫോൺ എടുത്ത് ആദ്യം സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥൻ്റെ ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് സിദ്ധാർത്ഥനെ അറിയണില്ല. നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഒരു ഫയൽ കാണുന്നില്ല, എന്ത് ഫയലാണ് മോളെന്ന് ചോദിക്കുമ്പം അത്യാവശ്യമുള്ളൊരു ഫയലായിരുന്നു, CM-മായി ബന്ധപ്പെട്ട ഫയലാണ്, അതില്ലെങ്കിൽ ആകെ പ്രശ്നമാകുക അച്ഛാ, അതിപ്പോൾ എവിടെ പോകാനാ, ഇവിടെ നിന്ന് എങ്ങനെ പോകും എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഓഫീസിൽ വെച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ, എൻ്റെ റൂമിലാണ് ഞാൻ വെച്ചിരുന്നത്, ഇപ്പോൾ അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ മോൾ നല്ലോണം എല്ലായിടത്തും നോക്കിയോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും നല്ലോണം തന്നെ നോക്കി വെച്ചാൽ പക്ഷേ ഫയൽ കാണുന്നില്ല, അത് ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല, എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിലുള്ളവരല്ലാതെ ആരും കൊണ്ടുപോവില്ലല്ലോ, നന്ദനെങ്ങാനും എടുത്തോന്ന് ചോദിക്കുന്നു പറയുമ്പോൾ ഞാൻ നന്ദുവിനോട് ചോദിച്ചു, നന്ദു അപ്പോൾ എന്നോട് ദേഷ്യപ്പെടാച്ചാ, നന്ദു എടുത്തിട്ടില്ല എന്നും പറഞ്ഞ്. ഇതേ സമയം നമ്മളുടെ രജനിയാണെങ്കിൽ സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഗിരിയുടെ അമ്മയോട് പറയുന്നുണ്ട്, അച്ഛൻ ഫോൺ എടുക്കണില്ല, എന്തായാലും ഞാൻ അമ്മയെ വിളിച്ച് വിവരം പറയാമെന്ന്. അങ്ങനെ പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പം പ്രഭാവതിയാണെങ്കിൽ ഈ ദേവിക കാണാനില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഫയൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ പ്രഭാവതി ഫോൺ എടുത്തതും രജനിയല്ല വിളിക്കണേ, ഇവളെന്താ ഈ നേരത്തെ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് എന്താ മോളേന്ന് ചോദിക്കുമ്പം രജനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ്. ആ സമയത്ത് എന്ത് പറ്റി രജനി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്തിനാ കരയണേന്ന് ചോദിക്കുമ്പം അതമ്മേ ഗിരിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളുടെ പ്രഭാവതിക്കാണെങ്കിൽ കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റണില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഗിരീനെ പോലീസ് കൊണ്ടുപോയിരുന്നോ, നീ എന്തൊക്കെയാണ് രജനി പറയണേ, അതെന്തിനാ ഗിരീനെ പോലീസ് കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതാ കെ നായർ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അമ്മേ ഇന്ന് ഗിരി അയാളുടെ പ്ലാന്റിനെതിരെ സമരം ചെയ്യാൻ പോയേക്കുമായിരുന്നു, അവിടെ വെച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നാ കേസ് കൊടുത്തേക്കണേ, അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, എത്രയും പെട്ടെന്ന് അച്ഛനോട് ചെന്ന് ഗിരിയെ ജാമ്യത്തിലിറക്കാൻ പറയുന്നു. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛനെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു, അച്ഛൻ ഫോൺ എടുത്തില്ല, അച്ഛൻ അവിടെ ഉണ്ടോ അമ്മയെന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഉവ്വ അച്ഛനിവിടെ ഉണ്ട്, ഞാനിപ്പോൾ തന്നെ സിദ്ധുവിനോട് പറയാമെന്നും പറഞ്ഞ് സിദ്ധുവെന്നും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ എന്താ നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകണേന്ന് ചോദിക്കുമ്പം അതേ സിദ്ധു, ഒരു പ്രശ്നമുണ്ട്, ഗിരീനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്ന്, അതെന്തിനാന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, ആ കെ നായർ കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്തെന്നാണ് പറഞ്ഞ്. ഏത് കെ നായർ, ആ പ്ലാന്റ് തുടങ്ങണ കെ നായരാണോ എന്ന് ചോദിക്കുമ്പം അയാളാന്നാണ് പറഞ്ഞത്, ഗിരി ഇന്ന് അയാളുടെ പ്ലാന്റിനെതിരെ സമരമായിട്ട് പോയേക്കുമായിരുന്നു, അവിടെ വെച്ച് എന്തോ ഉന്തും തള്ളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ അയാൾ ഗിരിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്നാണ് പറഞ്ഞത്. പ്രഭയോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം രജനിയെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞ സിദ്ധുവിനെ വിളിച്ചിട്ട് സിദ്ധു ഫോൺ എടുത്തില്ല എന്നാലോ പറഞ്ഞതെന്ന്. അങ്ങനെ സിദ്ധാർത്ഥൻ ഫോൺ എടുത്ത് നോക്കുമ്പം കുറേ മിസ് കോൾ വന്ന് കിടക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ശരിയാ എൻ്റെ ഫോണിൽ കോൾ വന്നിട്ടുണ്ട്, സൈലൻറ്റിലായതുകൊണ്ട് ഞാൻ അറിയാത്ത
അന്നേരമൊക്കെ ദേവികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. കാരണം ഈ ദേവിക പ്ലാന്റിന് അനുമതി കൊടുത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആദ്യം തന്നെ ഗിരീഷൻ ദേവികയോട് പറഞ്ഞതായിരുന്നു ഒരിക്കലും ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന്. എന്നിട്ട് ദേവിക ഗിരീഷിനോടോ സിദ്ധാർത്ഥനോടോ ഒരു വാക്ക് പറയാണ്ട് പ്രഭാവതിയുടെയും നന്ദൻ്റെ നിർബന്ധത്തിനാണല്ലോ പ്ലാന്റിന് അനുമതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് മതിയായില്ലേ? ഒരു കാരണവശാലും ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നല്ലേ, എന്നിട്ടും നീ ആ പ്ലാന്റിന് അനുമതി കൊടുത്തു. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആദ്യം തന്നെ ഗിരീഷൻ പറഞ്ഞിരുന്നതല്ലേ ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന്. ഞാനും പറഞ്ഞിരുന്നതാ, അന്നൊക്കെ നീ ഒരിക്കലും കൊടുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് എന്നോടോ ഗിരീഷിനോടോ ഒരു വാക്ക് പോലും ചോദിക്കാതെയല്ലേ നീ ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്. ഇനി വരുന്നതല്ല അനുഭവിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ സിദ്ധാർത്ഥനെ അങ്ങോട്ട് പോകുന്നുണ്ട്. സമയത്താണ് ഈ പ്രഭാവതിക്ക് വല്ലാണ്ടാവുന്നുണ്ട്. കാരണം പ്രഭാവതി കാരണം ഈ പ്ലാന്റിന് ദേവിക അനുമതി കൊടുത്തതെന്ന് ഇതുവരെയും ദേവിക സിദ്ധാർത്ഥനോടോ വേറെ ആരോടോ പറഞ്ഞിട്ടില്ല. അന്നേരം ഈ ദേവികയ്ക്ക് ഇങ്ങനെ വിഷമം വരുമ്പം പ്രഭാവതിക്ക് അതിലും കൂടുതൽ വിഷമമായിട്ട് പ്രഭാവതി സിദ്ധാർത്ഥൻ്റെ പുറകെ സിദ്ധു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, എന്തായാലും സംഭവിച്ചു. പെട്ടെന്ന് തന്നെ ഗിരീഷിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിന് MLA ഞാനല്ലല്ലോ, MLA അല്ലേ അവിടെ നിൽക്കണേ, MLAയോട് തന്നെ പോയി ജാമ്യത്തിൽ ഇറക്കാൻ പറയാമെന്ന്. പിന്നീട് സിദ്ധാർത്ഥനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതും പ്രഭാവതി വേഗം ദേവികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദേവികനോട്, മോളെ എത്രയും പെട്ടെന്ന് മോള് സ്റ്റേഷനിലേക്കൊന്ന് ചെന്ന് ഗിരീഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുമെന്ന് പറയണം. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്തെന്ന് പറഞ്ഞ അമ്മയെ ചെല്ലേണ്ടത്, ഞാൻ തന്നെയല്ലേ ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്. ഒരിക്കലും അനുമതി കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തിനാണ് ഞാൻ അനുമതി കൊടുത്തത്, അതും അമ്മയുടെയും നന്ദുവിൻ്റെയും നിർബന്ധത്തിന് വേണ്ടി മാത്രം. എന്നിട്ട് ഇപ്പോൾ ഗിരീഷേട്ടന് അതിൽ പ്രശ്നം വന്നപ്പോൾ അമ്മ തന്നെ എന്നോട് ജാമ്യത്തിൽ ഇറക്കാൻ പറയണു. ഞാനിതെങ്ങനെ പോകും അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഇനിയിപ്പോൾ എന്തായാലും ഗിരീഷിനെ ജാമ്യത്തിൽ ഇറക്കിയേ പറ്റൂ, മോൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലുമെന്ന് പറയണു. ഇതേസമയം നമ്മളുടെ രജനിയാണെങ്കിൽ ഗിരീഷിൻ്റെ അമ്മയോട് ഓരോന്നിങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട്. അതേസമയം ഗിരീഷിൻ്റെ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്, രജനി നീ ഇങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട, ഗിരിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യവും അവനക്കെതിരെ ഇങ്ങനെ കേസും അറസ്റ്റൊക്കെ ഉണ്ടായേക്കണതാ, അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു പോകുന്നില്ലേ, അതുകൊണ്ട് ഇതും പ്രശ്നമില്ലാണ്ടാവും പോകുന്നോളും, മോളിങ്ങനെ ടെൻഷനാവുമൊന്നും വേണ്ട. അല്ല അമ്മേ, അയാൾ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അന്ന് തന്നെ അയാൾ ഇവിടെ വെച്ച് ഗിരിയെ ഭീഷണിപ്പെടുത്തിയത് ഞാനും കേട്ടതല്ലേ, കുഞ്ഞിന് അച്ഛനുണ്ടാവില്ല എന്നും പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാനിന്ന് ഗിരി പോയപ്പോൾ ഗിരിയെ തടഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല മോളെ, ഗിരിയുടെ കാര്യം പാർട്ടിക്കാരൊക്കെ നോക്കിക്കോളും. എന്തായാലും ദേവികയും സിദ്ധാർത്ഥ സാറും വിചാരിച്ചാൽ ഗിരിക്ക് ഒരു കുഴപ്പവും കൂടാതെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന്. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ഗിരീഷിന് വേണ്ടിയിട്ടായതുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. എന്നിട്ട് റെഡിയായി വന്നതും സിദ്ധാർത്ഥനോട് അച്ഛൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല, നീയായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, നീ തന്നെ പരിഹരിക്കുക, MLAയുടെ അത്ര പവറൊന്നും ഇല്ലല്ലോ മുൻ MLAക്ക്, അതുകൊണ്ട് നീ തന്നെ പോയി പരിഹരിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ദേവിക പോകാനിറങ്ങുമ്പം പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. പ്രഭാവതിക്ക് അറിയാം ഈ പ്രശ്നങ്ങൾക്കും സിദ്ധാർത്ഥൻ ദേവികയോട് വെറുപ്പ് കാണിക്കുന്നതിനൊക്കെ കാരണക്കാരി പ്രഭാവതിയും നന്ദനും എന്നുള്ളത്. അതാണെങ്കിൽ പ്രഭാവതിക്ക് ആരുടെയും മുന്നിൽ തുറന്ന് പറയാനും പറ്റില്ല. എന്നിട്ട് പ്രഭാവതി ദേവികയോട് പറയുന്നുണ്ട്, മോളെന്തായാലും പോയി നോക്ക്, എങ്ങനെയെങ്കിലും ഗിരീഷിന് ജാമ്യം എടുത്ത് കൊടുക്കണം കേട്ടോ മോളെന്ന്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാ അമ്മേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കണേന്നും ചോദിച്ചുകൊണ്ട് ദേവിക പോകുന്നുണ്ട്. പോണ വഴിക്ക് മുരളി ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ദേവിക, ഇനിയിപ്പോൾ ഗിരീഷിന് ജാമ്യം കിട്ടാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല മുരളിയേട്ടാ, ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടണില്ല, ആകെ പ്രശ്നങ്ങളാണ്. എനിക്കിപ്പോൾ തോന്നണത് ഞാൻ മത്സരിക്കുകയോ MLA ആകുമോ ഒന്നും ചെയ്യണ്ടായിരുന്നു എന്നാന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ദേവിക, അന്നേരം നമ്മൾ ഇങ്ങനെയാണോ ചിന്തിക്കണേ, എല്ലാ പ്രശ്നവും എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കണം. ഇപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിലേക്കല്ലേ ചെല്ലണത്, എന്തായാലും ദേവിക ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷിനെ പോലീസ് വിടാതിരിക്കില്ല എന്ന്. അങ്ങനെ ദേവികയും മുരളിയും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട്. ദേവിക അവിടെ ചെന്ന് ഇറങ്ങിയതും അവിടെ നിന്നൊരു പോലീസുകാരനോട് SI ഇല്ലേന്ന് ചോദിക്കുമ്പം, ആ സാറ് അകത്തുണ്ട്, മേഡം ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവികയെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ അകത്ത് ചെന്ന് ദേവിക SIയുടെ അടുത്ത് ചെല്ലുമ്പം SI ഇരിക്കും മേഡെന്നും പറഞ്ഞ് കസേരയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇരിക്കാൻ പറയുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഗിരീഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും അവിടെ നിൽക്കുന്നത് ദേവിക കാണണമുണ്ട്. എന്നിട്ട് ഈ SIയോട് ചോദിക്കുന്നുണ്ട്, ഗിരീഷേട്ടനെതിരെയുള്ള കംപ്ലൈൻറ്റ് എന്നാന്ന് ചോദിക്കുമ്പം, ആ KK നായരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതി കിട്ടിയേക്കണേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവരോട് ചോദിച്ചിട്ട് ഇവരത് സമ്മതിച്ചിട്ടൊന്നുമില്ല, എന്തായാലും ഞങ്ങൾക്കത് സമ്മതിപ്പിച്ചേ പറ്റൂ, അതിനുവേണ്ടി ഇവരുടെ ശരീരം നോവിക്കേണ്ടി വന്നാൽ അതും ഞങ്ങൾ ചെയ്യുന്നു.
അപ്പോൾ ദേവിക ചോദിക്കുന്നുണ്ട്, ചെയ്യാത്ത കുറ്റം തല്ലിയാണോ സാറേ സമ്മതിപ്പിക്കണേ, ഇത് എവിടുത്തെ നിയമമാണെന്ന് ചോദിക്കുമ്പം മേഡം എന്താ അങ്ങനെ സംസാരിക്കണേ, മേഡവും കൂടി ചേർന്നല്ലേ ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്, എന്നിട്ട് ആ പ്ലാന്റിനെതിരെ ഇവർ സമരത്തിന് ഇറങ്ങിയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർക്കെതിരെ ശക്തമായ കേസെടുത്തേ പറ്റൂ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അങ്ങനെ ഗിരീഷ് ഏട്ടനെതിരെ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട, ശരിക്കുള്ള കേസായിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു, പക്ഷേ ഇത് കള്ളക്കേസാന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, അതുകൊണ്ട് തന്നെ ഈ കേസും പറഞ്ഞ് ഗിരീഷ് ഏട്ടനെ ശിക്ഷിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാനാ തീരുമാനമെങ്കിൽ ഇത് ഞാൻ ആ രീതിയിൽ തന്നെ നേരിടും, പിന്നെ നിങ്ങളുടെ തലയിൽ ഈ തൊപ്പി ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും നമ്മളുടെ ആ പോലീസുകാരനാണെങ്കിൽ ഇങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.